ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നഹൂം പ്രവാചകൻ്റെ പുസ്തകം 2:1 കടന്നു വരാം. നഹൂം ചാപ്റ്റർ 2 വേഴ്സ് 1. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. നഹൂം പ്രവാചകൻ്റെ പുസ്തകം നിനവേക്കുള്ള ദൂത. നമുക്കറിയാം, ആദ്യം നിനവേക്കൊരു ദൂതുമായി യോനാ പ്രവാചകൻ പോയി. യോനാ പ്രവാചകൻ നിനവയോട് സംസാരിച്ചു. അവിടുത്തെ ആൾക്കാർ, രാജാവ് ഉൾപ്പെടെ അവർ സറണ്ടർ ചെയ്തിട്ട് അവരെ ഉപവാസം പ്രഖ്യാപിച്ചു. അങ്ങനെ ദൈവം കൊണ്ടുവന്ന ന്യായവിധി അവരിൽ നിന്ന് മാറ്റി. അതാണ് പലപ്പോഴും ന്യായവിധി മാറ്റാൻ യോന ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ്, കാരണം അവരെ ഈ പല പ്രാവശ്യം അസീറിയയാണ് ഈ നിനവയുടെ ഇത്. അവരാണ് പലപ്പോഴും ഈ ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ മനം തിരിഞ്ഞപ്പോൾ ദൈവം അവർക്ക് ഒരു വിടുതൽ കൊടുത്തു. വീണ്ടും 100 വർഷങ്ങൾക്ക് ശേഷം നഹൂം പ്രവാചകനിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനവയോട് സംസാരിക്കുക, നിൻ്റെ മേൽ ഒരു ന്യായവിധി വരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത്, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. യോനാ പ്രവാചകൻ്റെ പുസ്തകം എഴുതിയത് BC 759. നഹൂം പ്രവാചകൻ്റെ പുസ്തകം എഴുതിയത് BC 663 654 ഇടയ്ക്ക്. ഏതാണ്ട് 100 വർഷത്തെ കാലയളവിൽ മാനസാന്തരപ്പെട്ട ജനം വീണ്ടും തെറ്റിലേക്ക് മാറിപ്പോകുന്നു. ദൈവം രണ്ടാമതൊരു ദൂതനെ അയക്കുക. നമുക്കറിയാം, ഇവർക്കൊരു വലിയ കോട്ടയുണ്ട്. ആ കോട്ട 100 അടി ഹൈറ്റാണ്. അതുപോലെ തന്നെ 3 രഥങ്ങൾ ഒന്നിച്ച് പോകാൻ കഴിയും. അതിനു ചുറ്റിനും 150 അടി വീതിയിലുള്ള വലിയ കിടങ്ങ്, 60 അടി താഴ്ചയുള്ള വെള്ളം നിറച്ചിട്ടിരിക്കുക. ഒരു കാരണവശാലും നിനവയുടെ മേൽ ഒരു രാജാവും എടുക്കത്തില്ല എന്നവർ തീരുമാനിച്ചു. നമുക്കറിയാം, കുലുങ്ങുകയില്ല എന്ന് പറയുന്ന പലതിനെയും കുലുക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, പിന്നെ ഇങ്ങോട്ട് വരുമ്പം നമുക്കറിയാം ദൈവം അതിന്മേലൊരു ന്യായവിധി കൊണ്ടുവരുന്നത് അവരുടെ ആ സ്വയം ആശ്രയത്തിലാണ്. അവർ BC 722 ഇസ്രായേലിൻ്റെ 10 ഗോത്രങ്ങളെ തകർക്കുന്നുണ്ട്, അവരെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം അവരെ ഈജിപ്ഷ്യൻ ക്യാപിറ്റലായ നോ അമ്മോനിൽ BC 662 ആക്രമിച്ചതിനെ കീഴടക്കി. അപ്പം സൈന്യത്തിൻ്റെ ശക്തിയുണ്ട്, ഞങ്ങളുടെ കോട്ടയുടെ ശക്തിയുണ്ട്. ന്യായമായി വിചാരിച്ചാൽ ഒരു കാരണവശാലും ഈ കോട്ടയ്ക്കകത്ത് കയറാൻ പറ്റില്ല എന്നവർ കരുതി. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നഹൂം പ്രവാചകൻ കൂടി 1:8 അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നഹൂം 1:8. എന്നാൽ കവിഞ്ഞൊഴുകുന്ന ഒരു പ്രവാഹം കൊണ്ട് അവൻ അതിൻ്റെ സ്ഥലത്തു നിന്ന് മുടിവ് വരുത്തും, തൻ്റെ ശത്രുക്കളെ അവൻ അന്ധകാരത്തിൽ പിന്തുടരുന്നു. ഇവിടെ എന്നാൽ കവിഞ്ഞൊഴുകുന്ന പ്രവാഹം കൊണ്ട് അവർ അതിൻ്റെ സ്ഥലത്തിനെ മുടിവ് വരുത്തുമെന്ന് ദൈവം നഹൂം പ്രവാചകൻ പുസ്തകം 1:8 പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നടന്ന് നമുക്കറിയാം, ടൈഗ്രീസ് നദിയിലെ വെള്ളം പൊങ്ങി. ടൈഗ്രീസ് നദിയിലെ വെള്ളം പൊങ്ങിയിട്ട് ഈ കോട്ടയുടെ ഒരു സൈഡ് ഇടിഞ്ഞു. അതിൽ കൂടി ബാബിലോൺ സൈന്യം അകത്ത് കയറി അവർ എന്നേക്കുമായി നിനവയ്ക്ക് തീയിട്ടു. പിന്നീട് 2500 വർഷങ്ങൾക്ക് ശേഷം AD 1840 BC 1612 മറഞ്ഞുപോയ നിനവെ പിന്നെ കണ്ടെത്തിയത് AD 1840. ദൈവം നനയ്ക്കുമെന്ന് പറഞ്ഞത് ചെയ്തിരിക്കും. ദൈവം ഒരു വാണിംഗ് കൊടുത്തു. എന്നാ വാണിംഗ് കൊടുത്തത്? BC 663 ഏകദേശം 65 വിചാരിച്ചു, 50 അടുത്ത്. പക്ഷേ നിനവെ നശിപ്പിച്ചത് BC 612. ഏതാണ്ട് 50 വർഷം കൂടെ കാത്തിരുന്നു. പലപ്പോഴും വാണിംഗ് കിട്ടുമ്പോൾ നമ്മളും ഇങ്ങനെയൊക്കെയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ നമ്മുടെ സ്വയത്തിലേക്ക് നോക്കും. എനിക്ക് പ്രാർത്ഥനയുണ്ട്, എനിക്ക് അത്യാവശ്യം ജ്ഞാനമുണ്ട്, എനിക്ക് അത്യാവശ്യം കൃപയുണ്ട് എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വ്യക്തമായി നമ്മളോട് സംസാരിക്കുക, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. ഇന്നലത്തെ കൃപ പോരാ പ്രിയപ്പെട്ടവരെ, ഇന്നലത്തെ പ്രാർത്ഥന പോരാ പ്രിയപ്പെട്ടവരെ, ഇന്നലത്തെ നിൻ്റെ ഉപവാസം പോരാ പ്രിയപ്പെട്ടവരെ.
ഇന്നലത്തെ കൃപ പോരാ പ്രിയപ്പെട്ടവരെ, ഇന്നലത്തെ അഭിഷേകം പോരാ. ഇന്നൊരു പുത്തൻ അഭിഷേകത്തോടെ നിൽക്കുന്നില്ലെങ്കിൽ നിന്റെ കോട്ടകളെ തകർക്കുവാൻ സംഹാരകൻ ഇതാ കടന്നു വരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുക. നിങ്ങൾക്കറിയാം മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. ഇതൊന്നും നെതന്യാഹുവും അല്ലെങ്കിൽ ഇറാനും അല്ലെങ്കിൽ അമേരിക്കയുടെ ട്രംപും ഒന്നുമല്ല. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. ചില കാര്യങ്ങളിൽ ദൈവം ചിലത് അനുവദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവം തൻ്റെ ശക്തിയും മഹത്വവും നമ്മളെ കാണിക്കുവാനായിട്ടാണ്. നമുക്കിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക, ഇന്നലത്തെ കൃപ പോരാ, ഇന്നലത്തെ പ്രാർത്ഥന പോരാ, സംഹാരകൻ നിൻ്റെ നേരെ കടന്നു വരുന്നു. നീ കോട്ട കാത്തുകൊള്ളുക, നിന്നെ തന്നെ ശക്തീകരിക്കുക. ഇന്ന് അനേക ഭവനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ദൈവമുള്ള പ്രാർത്ഥനയുള്ള പല ഭവനങ്ങളെ കാണുമ്പോൾ സങ്കടം തോന്നുന്നു പ്രിയപ്പെട്ടവരെ. പലതും നടക്കുന്നു. കാരണം എന്താ? അവരൊക്കെ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. പക്ഷേ ശക്തി കുറഞ്ഞു പോയ ചില ഏറിയകളുണ്ട് പ്രിയപ്പെട്ടവരെ. ശക്തി കുറഞ്ഞു പോയ ചില മാർഗങ്ങളുണ്ട്. അതിനെ ഒന്ന് ശക്തീകരിക്കാമോ? ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് ആഹ്വാനം ചെയ്യുക. നമ്മളെ നിൻ്റെ കോട്ട കാത്തുകൊള്ളുക, സംഹാരകൻ നിൻ്റെ നേരെ പാഞ്ഞു വരുന്നു. സെഫന്യാവിൽ കൂടി ഇപ്പോഴും ദൈവം ഒരു കൽപ്പന കൊടുത്ത അവർക്ക്. സെഫന്യാവ് 2:13 സെഫന്യാ 2:30. അവൻ വടക്കോട്ട് കൈനീട്ടി അശൂരിനെ നശിപ്പിക്കും, നിനവയെ ശൂന്യവും മരുഭൂമിയിലെ വരണ്ട നിലവും ആക്കും. നിനവയെ നശിപ്പിക്കുമെന്ന് സെഫന്യാവും പറഞ്ഞു. BC 620 2 പ്രാവശ്യം കൊടുത്തു. പക്ഷേ അവരത് ശ്രദ്ധിച്ചില്ല. എന്താ പറ്റിയേ? നിനവെ ശൂന്യമായിപ്പോയി. നമുക്കറിയാം, ഒരിക്കലൊരു രാജ്യത്തിൻ്റെ കഥയറിയാം. അവർ വളരെ കോട്ടയൊക്കെ കെട്ടി നിന്ന ഒരു രാജ്യമാണ്. അവരെ ആക്രമിക്കാനായിട്ട് ശത്രുരാജ്യം പല പ്രാവശ്യം നോക്കി. പക്ഷേ കോട്ട വളരെ വലുതാണ്. ഒരു ദിവസം അവരിങ്ങനെ പതുങ്ങിയിരുന്നപ്പോൾ ഒരു മോളിൽ കൂടെ നടക്കുന്ന ഒരു പട്ടാളക്കാരൻ്റെ തൊപ്പി താഴെ പോയി. കുറേ കഴിഞ്ഞ് നോക്കി ഈ പട്ടാളക്കാരൻ വന്ന് ഇത് എടുക്കുന്നു. അപ്പോൾ പതുക്കെ ചെന്ന് നോക്കിയപ്പോൾ ഈ കോട്ടയുടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. അവിടെ 2 കല്ലൊക്കെ എടുത്ത് വെച്ചിരിക്കുക. ആ ഗ്യാപ്പിൽ കൂടി ഇയാൾ തിരിച്ച് കയറി പോകുന്ന കണ്ടു. അവർക്കത് മനസ്സിലായി. രാത്രി ചെന്നിട്ട് അത് മാറ്റിയിട്ട് ആ കോട്ടയ്ക്കകത്ത് കയറി അവർ ഡോറ് തുറന്നു കൊടുത്തു. സൈന്യമകത്ത് കയറി എന്നേക്കുമായി ആ പട്ടണം പിടിക്കപ്പെട്ടു. ജീവിതത്തിൽ ചില മേഖലകൾ നമുക്കും ഉണ്ട് പ്രിയപ്പെട്ടവരെ. കോട്ട ഒരു പക്ഷേ വളരെ സ്ട്രോങ് ആയിരിക്കാം. പക്ഷെ ചില ഏരിയാസിൽ ചില വീക്ക്നെസ് നന്നായി പിശാചിനറിയാൻ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കോട്ട കാത്തുകൊള്ളുക, സംഹാരകൻ നിൻ്റെ നേരെ പാഞ്ഞു വരുന്നു. നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. ഉൽപ്പത്തി പുസ്തകം 3:4 വാക്യം. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അവിടെ ഒരു ഇത് കൊടുക്കുക. നിങ്ങൾ തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകും എന്ന് ദൈവം അറിയുന്നു. ഒരു സംശയം ഇട്ട് കൊടുക്കുക. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല പ്രിയപ്പെട്ടവർ. ഒരു ദിവസം കൊണ്ട് ആരും ഒരു പാവവും ചെയ്തില്ല. 1-ാം സങ്കീർത്തനത്തിലുണ്ട് അതിൻ്റെ സ്റ്റെപ്പോട്ട്. പതുക്കെ നമ്മളെ വീഴ്ച വരുന്നു. പിശാചിന് നന്നായിട്ടറിയാം. താഴോട്ട് എഴുതുമ്പം അത് വായിക്കുന്നത്, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമം എന്ന സ്ത്രീ കണ്ട് ഫലം പറിച്ചു. 3 കാര്യം. 1, വൃക്ഷം കാണാൻ നല്ലത്, ഭംഗിയുള്ളത്, തിന്മാൻ നല്ലത്, ജ്ഞാനം പ്രാപിക്കാൻ കഴിയും. ഇതാര് പറഞ്ഞു? ദൈവം പറഞ്ഞില്ല. പക്ഷേ പിശാച് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ ഹവ്വ അതിൽ വീണു. ഓർത്തോണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ചില ചെറിയ വിടവുകൾ പിശാച് നന്നായിട്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. താഴോട്ടിങ്ങോട്ട് വരുമ്പോൾ ദാവീദിൻ്റെ ചരിത്രമുണ്ട്. ദാവീദിൻ്റെ ചരിത്രം 2 ശമൂവേൽ 11:1 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബേർസയുമായിട്ടുള്ള വിഷയം അത് നമുക്കറിയാം. എന്താ ചെയ്തെന്ന് 2 ശമൂവേൽ 11:1 വായിക്കാം. പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തൻ്റെ ചേവകരെയും എല്ലാ ഇസ്രയേലിനെയും അയച്ചു. അവർ അമ്മോന്യ ദേശം ശൂന്യമാക്കി റബ്ബാ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചു. എപ്പോഴാ? അവൻ്റെ സൈന്യം യുദ്ധത്തിന് പോയപ്പോൾ ഹി ടുക്ക് ഇറ്റ് കാഷ്വലി.
സൈന്യം യുദ്ധത്തിന് പോയപ്പോൾ അതിൻ്റെ കൂടെ യുദ്ധത്തിന് നിൽക്കേണ്ട ദാവീദ് അവൻ യെരൂശലേമിൽ താമസിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ഒന്ന് ഉലാത്താനായിട്ട് വൈകുന്നേരം ഒന്ന് കയറി മട്ടുപ്പാവിൽ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അവരെ കണ്ണുകൊണ്ട് മോഹിച്ചു. അവരെ വിളിച്ചു വരുത്തി. അവരോട് പ്രാപിച്ചു. അവൾ ഗർഭിണിയായി. പകരം അവളുടെ ഹസ്ബൻഡിനെ ഊരിയാവിനെ കൊലപ്പെടുത്തി. ഒരു വ്യഭിചാരം, ഒരു കൊലപാതകം. തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഭവനത്തിലും ഒരു വ്യഭിചാരവും 4 കൊലപാതകവും നടന്നു. ഇസ്രായേലിൻ്റെ ചരിത്രം മാറിപ്പോയത് ഒരു ചെറിയ വീഴ്ച ദാവീദിൻ്റെ കയ്യിൽ നിന്ന്. ഓർത്തോണം, നമ്മുടെ കയ്യിലെ ഒരു ചെറിയ വീഴ്ച ഇസ്രായേലിൻ്റെ ചരിത്രം തിരുത്തി കുറിച്ചു. പ്രിയപ്പെട്ടവരെ, ദാവീദ് ഈ വിളിക്കുന്ന സമയത്തൊക്കെ സമയമുണ്ട്. അവനോട് പരിശുദ്ധാത്മാവ് സംസാരിച്ച് കാണും. പക്ഷേ വീണുപോയി. പ്രിയപ്പെട്ടവരെ, പിശാചിന് നന്നായിട്ടറിയാം നമ്മുടെ ഇതിൽ. കോട്ട കാത്തുകൊള്ളുക, സംഹാരകൻ നിൻ്റെ നേരെ പാഞ്ഞു വരുന്നു, നീ നിന്നെ തന്നെ ശക്തീകരിക്കുക. ഇന്ന് അനേക ഭവനങ്ങൾ നമുക്ക് ഇപ്പോൾ ഈ അടുത്തിടെ നമ്മുടെ സൂമിലൊരു വിഷയമുണ്ട്. ഒരു പെങ്കൊച്ചിനെ കാണാതായിട്ട് ഒത്തിരി ദിവസങ്ങളായി, ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾ ഓർത്തോണം, അത് വളരെ പ്ലാൻഡ്. കാരണം ഇത്രയും ദിവസമായിട്ട് അത് കിട്ടിയിട്ടില്ല. കാരണം അതിന് എന്തെങ്കിലും അവർക്ക് സപ്പോർട്ട് കിട്ടിക്കാണും. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ വന്ന് കയറിക്കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, സംഹാരകൻ നിൻ്റെ നേരെ പാഞ്ഞു വരുന്നു, കോട്ട കാത്തുകൊള്ളുക, നിന്നെ തന്നെ ശക്തീകരിക്കുക. ശിംശോനെ നമുക്കറിയാം. ശിംശോൻ മുന്നോട്ട് നടന്നു വരുമ്പോൾ ദലീലായുടെ മടിയിൽ കിടന്നുറങ്ങാൻ തുടങ്ങി. അവനെ ദൈവം ഉപയോഗിച്ചത് അവിടുത്തെ ന്യായാധിപനായിട്ടാണ്. ഇസ്രായേലിനെ വിടുവിക്കാൻ എടുത്തുകൊണ്ട് ദലീലായുടെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. എന്താ സംഭവിച്ചത്? അവസാനം 3 പ്രാവശ്യം അവൻ കള്ളം പറഞ്ഞു. ആ 3 പ്രാവശ്യവും ദലീല അവനെ ചതിക്കുന്നുവെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടും പെട്ടുപോയി. പിന്നീട് ഒരു പ്രാവശ്യം താഴോട്ട് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 16:16. ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി. അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസന പരവശനായി തീർന്നിട്ട് തൻ്റെ ഉള്ളം മുഴുവനും അവളെ അറിയിച്ചു. അവൻ്റെ ഉള്ളം മുഴുവനും അവളെ അറിയിച്ചു. നോർത്തോണം, അവൻ 3 പ്രാവശ്യം അവന് മനസ്സിലായിട്ടും അവൻ്റെ അതിനോടുള്ളതായ മരിക്കാൻ തക്കവണ്ണം വ്യസനപരശനായിട്ട് അവൻ്റെ ഉള്ളം നിറച്ചു. ഇന്നും ഈ ദലീല ഇവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവർ, ദലീല എന്ന് പറയുന്ന ഒരു ലേഡിയല്ല. അതാണെന്ന് വിചാരിക്കില്ല. പിശാചിന് പല രൂപത്തിൽ വരാം. സോഷ്യൽ മീഡിയ, അതിൻ്റെ മാറിൽ കിടന്നുറങ്ങുന്നവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നത്, കോട്ട കാത്തുകൊള്ളുക, നിൻ്റെ നേരെ സംഹാരകൻ കടന്നു വരുന്നു, നീ നിന്നെ തന്നെ ശക്തീകരിക്കുക, നിൻ്റെ അരം മുറുക്കുക. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ശീമോനെ ഉപദേശിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 22:31. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടേന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. ശിമോനെ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിനെ കൽപ്പന ചോദിച്ചു. ഇതിൽ വലിയൊരാശ്വാസമുണ്ട്. ദൈവം കൽപ്പന കൊടുക്കാതെ ഒരു പിശാചും നമ്മളെ പാറ്റത്തില്ല. പ്രിയപ്പെട്ടവർ, ഇവിടെ കർത്താവിനോട് ചോദിച്ചു അനുവാദം. ആരാ? പത്രോസ്. കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവനാ. കർത്താവിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നവനെ പാറ്റാൻ അനുവാദം ചോദിച്ചെങ്കിൽ നമ്മളെയും പാറ്റാൻ പിശാച് അനുവാദം ചോദിക്കും. പ്രിയപ്പെട്ടവരെ, മറക്കല്ലേ. ഇവിടെ പിശാചിന് അനുവാദം കൊടുത്തില്ല എന്ന് പറയുന്നില്ല. താഴോട്ട് എന്തോ എഴുതിയിരിക്കുന്നത്? ഞാനോ നിൻ്റെ വിശ്വാസം പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. പാറ്റിക്കൂ, കുഴപ്പമില്ല എന്നവിടെ അർത്ഥം. എന്തിനാ പാറ്റുമ്പോഴെന്താ? പഴയ കാലമുള്ളവർക്ക് അറിയാം. പാറ്റുമ്പോഴെന്താ? അതിനകത്തെ കല്ലും അതിനകത്തെ നെല്ലും അല്ലെങ്കിൽ അതിനകത്തെ പതിരും ഒക്കെ പോവും. പാറ്റിക്കോട്ടെ, പത്രോസ് കുറച്ചുകൂടെ ഒന്ന് വൃത്തിയായിക്കൊള്ളട്ടെ. നമ്മളെയും ചില പാറ്റാൻ അനുവദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഉള്ളിലെ ചില മാലിന്യങ്ങളൊന്ന് പറന്നു പോകാനാ. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ കരുണയുണ്ട്. കാരണം അവിടെ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനുണ്ട്. അവിടെ ദൈവം എന്താ പറയുന്നത്? അവിടെ യേശുക്രിസ്തു എന്താ പറഞ്ഞ്? നിൻ്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ അപേക്ഷിച്ചു. നീ തിരികെ വന്ന ശേഷം നിന്നെ ഒന്ന് പാറ്റും. നീ തിരികെ വന്ന ശേഷം നിൻ്റെ കൂടെയുള്ളവരെ ഉറപ്പിക്കണം. അത് നടന്നു. എന്നാൽ
ആ തിബ്സേരിയ തീരത്ത് പോയി മീൻ പിടിക്കാൻ പോയി. അവിടെ നിന്ന് കർത്താവ് ചോദിച്ചു, നിനക്ക് ഇവരിലധികമായി എന്നെ നീ സ്നേഹിക്കുന്നുണ്ടോ? അവിടെ വെച്ച് പത്രോസ് ഉറച്ചു. പിന്നീട് ഒരിക്കലും പത്രോസ് വീണില്ല. ഓർത്തോണം, ഇവിടെ വളരെ വ്യക്തമായൊരു ദൂത. നമുക്ക് ദൈവം നമ്മളെയും ഒരുപക്ഷെ പാറ്റാൻ ദൈവം അനുവാദം കൊടുത്തുനിന്നിരിക്കും. കോട്ട കാത്തുകൊള്ളുക, നിന്നെ തന്നെ നീ ശക്തീകരിക്കുക, നിന്റെ നേരെ സംഹാരകൻ കയറി വരുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 8:25. എങ്ങനെയാ ഈ നമ്മളെ പാറ്റാനായിട്ട് നമുക്ക് എവിടെയാണ് നമ്മുടെ വീക്ക്നെസ്? ദാനിയേൽ 8:25. അവൻ നയബുദ്ധിയാൽ തൻ്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വന്ന് വമ്പ് ഭാവിച്ച് നിശ്ചിന്തയോടെ ഇരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും കർത്താവിനോട് എതിർത്ത് നിന്ന് കൈ തൊടാതെ തകർന്നു പോവുകയും ചെയ്യും. ഇവിടെ അവൻ ഉപാധിയാൽ വന്നു, സ്വഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് നിശ്ചിന്തയോടെ ഇരിക്കുന്ന പലരെയും. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഹി വിൽ ഡിസ്ട്രോയ് മെനി വൈൽ ദേ ആർ അറ്റ് ഈസ് എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് ആത്മീയ ജീവിതം നയിക്കുന്നവരെ പിശാച് പിടിക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാനിത് പിശാച് പേടിപ്പിക്കുമൊന്നും അല്ല നിങ്ങളെ. നഹൂം പ്രവാചകൻ്റെ പുസ്തകത്തിൽ വ്യക്തമായി 1:3 പറയുന്നുണ്ട്, കൊടുങ്കാറ്റിൻ്റെ നടുവിലും ചുഴലിക്കാറ്റിലും യഹോവയ്ക്ക് വഴികളുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഇതൊന്നും കുഴപ്പമില്ല. ഞാൻ ആ ഒരു സൈഡ് മാത്രമേ പറഞ്ഞു പോകുന്നതല്ല. ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും യഹോവയ്ക്ക് വഴികളുണ്ട്. 1:7 വായിച്ചേ. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. യഹോവ കഷ്ടദിവസത്തിൽ നല്ലവൻ, അവൻ തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. അപ്പോൾ ദൈവാശ്രയം ഉള്ളപ്പോൾ ദൈവത്തെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് ദൈവം കോട്ട കെട്ടിത്തരും. പക്ഷേ ഒന്നുണ്ട്, ഞാനും നിങ്ങളും ഒരു സ്റ്റെപ്പ് വെക്കണം. നമ്മൾ അലേർട്ടായിരിക്കണം. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും. എന്താ പാമ്പിനെ പോലെ ബുദ്ധി? പാമ്പിന് ചെവിയില്ല, പക്ഷെ ഒരനക്കം കേട്ടാൽ തന്നെ അറിയാം. ആർ യു സെൻസിറ്റീവ്? നമ്മുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ആർ യു സെൻസിറ്റീവ്? പാമ്പിനെ പോലെ ബുദ്ധിയുള്ളതെന്ന് പറയുന്നത് ദൈവവചനമാണ്. അതാ പറയുന്നത്, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കാൻ, നമ്മുടെ ചുറ്റിക്കുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ. മിഡിൽ ഈസ്റ്റിലെ അവനെ പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവനറിയാം. റെവലേഷൻ 12 അവനെ രണ്ടാം സ്വർഗം വരെ അവന് അനുവാദമുള്ളൂ. അവിടുന്ന് അവനെ തള്ളിയിടും. പിന്നെ അവന് ഏറ്റവും ഭ്രാന്ത് പിടിച്ച് നടക്കുക. ഇപ്പോഴും അവനറിയാം അവൻ്റെ സമയം തീരാൻ പോവുക. അവൻ മാക്സിമം ആൾക്കാരെ അതിലേക്ക് കൊണ്ടുവരും. അവൻ്റെ കൂടെ നരകത്തിലേക്ക് പോകാൻ അവൻ ആളിനെ കൂട്ടുന്ന സമയമാണ്. ഞാനും നിങ്ങളും കോട്ട കെട്ടി കാത്തുകൊള്ളുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളാരും ഉദ്ദേശിക്കുന്ന പോലല്ല പിശാച് അതിബുദ്ധിമാന. പത്രോസിനെ പാറ്റാൻ അവൻ അനുവാദം ചോദിച്ചെങ്കിൽ എന്നെയും നിങ്ങളെയും പാറ്റാൻ അവൻ അനുവാദം ചോദിച്ചിരിക്കും. ദൈവം ഒരുപക്ഷെ കൊടുത്തെന്നിരിക്കും. എപ്പോഴാ ഒരു കാര്യം ഓർത്തോണം, നിൻ്റെ കോട്ട കാത്തുകൊള്ളുക എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ വഴികളെ നീ സൂക്ഷിക്കുക, നിൻ്റെ ആരെ നീ മുറുക്കുക, നിന്നെ തന്നെ ശക്തീകരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വാണിംഗ് തന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസങ്ങളിൽ നമ്മൾ അതിശക്തിയോടെ ഇരുന്നില്ലെങ്കിൽ നമ്മൾ കാണത്തില്ല. നമ്മൾ എവിടെയാ തെന്നി വീഴുന്നത് നമുക്കറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, വെളിപാട് പുസ്തകം 3:10 ഫിലാഡൽഫിയ സഭയ്ക്ക് ഒരുക്കുന്ന ദൂതുണ്ട്. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷകാലത്ത് ഞാനും നിന്നെ കാക്കും. നീ സഹിഷ്ണുയുടെ വചനം കാത്തതുകൊണ്ട്, ദൈവവചനം കാക്കുന്നവരാണെങ്കിൽ അവിടെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. പ്രിയപ്പെട്ടവർ, എൻ്റെ സഹിഷ്ണുത കാത്തുകൊണ്ട് ഞാൻ നിന്നെ കാക്കും. ദൈവം കാക്കാതെ നമ്മളാരും എങ്ങും എത്തത്തില്ല. പ്രിയപ്പെട്ടവരെ, നഹൂം ദിനവേ പട്ടണത്തിൻ്റെ കോട്ട തകർക്കാൻ ലോകത്തൊരു ശക്തിക്കും അന്നത്തെ കാലത്ത് നടക്കത്തില്ല. ഇന്നൊരു പക്ഷേ ബോംബും ക്ലസ്റ്റർ ബോംബും ഒക്കെ ഉണ്ട്, ആറ്റം ബോംബും ഒക്കെ ഉണ്ട്. അന്നത്തെ അത്ര വലിയ കെട്ട് കടക്കാനൊക്കെ ഇല്ല. പക്ഷേ ടൈഗ്രീസിൽ ദൈവം വെള്ളം കരുതി വെച്ചെന്തിനാണെന്നറിയാമോ? നീ കേൾക്കുന്നില്ലെങ്കിൽ നിൻ്റെ കോട്ടയെ തകർക്കാൻ എനിക്ക് ഒരു കൊച്ചു വെള്ളത്തിൻ്റെ ഒഴുക്ക് മതി. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് എത്രമാത്രം ഒരുങ്ങണം.
ഇന്നലത്തെ പ്രാർത്ഥന പോരാ പ്രിയപ്പെട്ടവരെ, ഇന്നലത്തെ അഭിഷേകം പോരാ പ്രിയപ്പെട്ടവരെ. കോട്ട കെട്ടിക്കാത്തുകൊള്ളുക, സംഹാരകൻ നിന്റെ നേരെ കയറി വരുന്നു, നീ നിന്നെ തന്നെ സൂക്ഷിക്ക. 1 കൊരിന്ത്യർ 16:13-14 വരെ. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. ഇത് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ശക്തിപ്പെടുക, വിശ്വാസത്തിൽ വളരുക, ദൈവവചനവുമായി കൂടുതലടുക്കുക, ദൈവത്തിൻ്റെ പ്രസൻസ് കൂടുതലാധിക്കുക, ദൈവത്തിൽ നിന്നും പ്രാപിക്കുക. അവൻ കോട്ട കാക്കാതെ ആരുടെയും കോട്ട നിലനിൽക്കത്തില്ല പ്രിയപ്പെട്ടവരെ. 1 കൊരിന്ത്യർ 10:12 ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ആകയാൽ നീ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഇത് ദൈവവചനത്തിൻ്റെ വാണിങ്ങാണ്. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും നമുക്ക് നിൽക്കാനൊക്കെ കഴിയും, ഇത്രയൊക്കെ മതിയെന്ന്. പക്ഷേ ഓർത്തോണം, നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. എഫേസ്യ ലേഖനം 6:18 സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. സകല പ്രാർത്ഥനയാലും യാചനയും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കാം. നമുക്കതിന് വേണ്ട പ്രിയപ്പെട്ടവരെ. ഡ്രൈവ് ചെയ്യുമ്പം പ്രാർത്ഥിക്കാം, നമ്മളെന്തെങ്കിലും ജോലി ചെയ്തും പ്രാർത്ഥിക്കാം. ഇഷ്ടം പോലെ അവസരങ്ങൾ ദൈവം തരുന്നുണ്ട്. രാവിലത്തെയും വൈകിട്ടത്തെയും ഒരു പ്രാർത്ഥന കൊണ്ട് തീരുമെന്ന് പ്രതീക്ഷിക്കല്ലേ പ്രിയപ്പെട്ടവരെ. ഇന്ന് അതിൻ്റെ സമയം കഴിഞ്ഞു. പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റിനും അലറി നടക്കുക. ആരെ വിഴുങ്ങേണ്ടു, അതിനകത്തൊരു വലിയ ദൂതുണ്ട്. എന്താ? സിംഹം ഒരിക്കലും വിഴുങ്ങാറില്ല. പല്ലില്ലാത്ത സിംഹ. എവിടെ പോയി പല്ല്? അത് കാൽവറിയിൽ തീർന്നതാ. കാൽവറിയിൽ തകർന്നു പോയ പല്ല. പക്ഷേ ഒന്നുണ്ട്, അവൻ സിംഹം പോലെ ഇപ്പോഴും നടപ്പുണ്ട്. ആരെ വിഴുങ്ങേണ്ടു എന്ന് വെച്ച്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജാഗരൂകരാകണോ? നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണോ? എഴുതിയിരിക്കുന്നത് എന്തുവാ? ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സഭയെ ഓർമ്മിപ്പിച്ച് തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ ദൈവം അതിന് നമുക്ക് വേണ്ടി എടുക്കത്തില്ല. നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മൾ ആരാധിച്ചാൽ, നമ്മൾ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം നമ്മളോട് കൂടെ നിൽക്കും. ഒരു പിശാചിനും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ സ്റ്റെപ്പ് എടുക്കേണ്ടത് നമ്മളാ. കോട്ട കെട്ടിക്കാത്തുകൊള്ളുക, സംഹാരകൻ നിന്റെ നേരെ കയറി വരുന്നു, നിന്നെ തന്നെ നീ സൂക്ഷിക്കുക, നീ നിന്നെ തന്നെ ബലപ്പെടുത്തുക. എഫേസ്യ ലേഖനം 6:10 ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ദൈവത്തിൻ്റെ ആത്മാവ് പറയാ, ദൈവത്തിൽ ബലപ്പെടുക്കണം. ദാവീദ് സിക്ലാഗിൽ വെച്ച് അവനെല്ലാം നഷ്ടപ്പെട്ടു. അവൻ്റെ ഭാര്യമാരെ, അവൻ്റെ സ്വത്തുക്കളെയും എല്ലാവരും കൂടെ ഉള്ളവരെ എല്ലാം കൊണ്ടുപോയി. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവരെ അവസാനം പറഞ്ഞു, ഇവൻ്റെ കൂടെ കൂടിയിട്ട് ഞങ്ങൾക്കും ഗുണമില്ല, അവനെ കല്ലെറിയാനായിട്ട് അവരെടുക്കുക. അപ്പോൾ ദാവീദ് പറഞ്ഞെന്താണെന്നറിയോ? ദാവീദ് യഹോവയിൽ ധൈര്യപ്പെട്ടു. അവിടെ കൊണ്ട് അവൻ്റെ പ്രശ്നം തീർന്ന് അവൻ രാജാവാകുക. അവിടെ കൊണ്ട് തീർന്നു. ദാവീദ് ജീവിതത്തിൻ്റെ ഏറ്റവും ദിവസത്തിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടും അവൻ്റെ കൂടെയുള്ള ഒരു കല്ലെറിഞ്ഞപ്പോഴും ദാവീദ് എഴുതിക്കുന്നത് എന്തോ? ദാവീദ് യഹോവയിൽ ധൈര്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ധൈര്യപ്പെടാനൊരു സ്ഥലമേ ഉള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ശരണം പ്രാപിക്കാൻ നിങ്ങൾ കഴിയുമോ? കാഷ്വൽ ക്രിസ്ത്യാനിറ്റി, ലീവ് ഇറ്റ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നമ്മുടെ ആ കാഷ്വൽ ക്രിസ്ത്യാനിറ്റി ഒന്ന് മാറട്ടെ. ഇന്ന് രാവിലെ ഇതുമായി ഞാൻ ധ്യാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ശബ്ദം പറഞ്ഞു. 2 കണ്ണും നിറഞ്ഞുപോയി. ഈ ചർച്ചിൽ ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട്. പക്ഷേ ഈ ചർച്ചിൽ ഫിസിക്കലായി വരുന്നവരെക്കാട്ടിലും അനുഗ്രഹം പ്രാപിക്കുന്നത് ഓൺലൈനിലുള്ളവരാണ്. സങ്കടപ്പെട്ടു പോയി. കാരണം ഫിസിക്കലായിട്ട് വരുന്നവർക്കാണ് സാധാരണ കൂടുതൽ അനുഗ്രഹം കിട്ടുക. കാരണം നമുക്കറിയാം, നമ്മൾ കോവിഡിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഈ ഡിവൈസിൽ കൂടെ കാണുമ്പോൾ അത്ര ഇത് കിട്ടില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കി കൂട്ടിയൊരു ദൂതുണ്ട്. ടേക്ക് ഇറ്റ് സീരിയസ്ലി. നിങ്ങൾക്കെല്ലാമുണ്ട്. ഇവിടെ ആരാധനയുണ്ട്, ഇതുണ്ട്, വെള്ളിയാഴ്ച ഉപവാസമുണ്ട്, എല്ലാം ഉണ്ട്. കർത്താവിൻ്റെ ദാസൻ തൻ്റെ കാലയളവിൽ തനിക്ക് കിട്ടാനുള്ള പ്രതിഫലവുമായി പോകും. ആ കെയർ ഓഫിലൊന്നും നമ്മളാരും ഒന്നും പോകത്തില്ല. അവരവരുടെ ശുശ്രൂഷ, അവരവരുടെ സ്പിരിച്വാലിറ്റി, ടേക്ക് ഇറ്റ് സീരിയസ്ലി.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കുക. ഓൺലൈനിലുള്ളവർക്ക് ഞാൻ സങ്കടപ്പെടുക, രണ്ട് കണ്ണും നിറഞ്ഞു പോയി. കാരണം ഫിസിക്കലായിട്ട് വരുന്നവർക്ക് അത്രത്തോളം ഇത് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. നമ്മൾക്കിത് കാഷ്വലാണ്, എല്ലാ ഞായറാഴ്ചയും കിട്ടും, എല്ലാ ഞായറാഴ്ചയും ഉണ്ടെല്ലാം. പക്ഷേ ഒരിക്കൽ ന്യായം വിധിക്കുന്ന നാളിൽ നമ്മളുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ പ്രിയപ്പെട്ടവരെ? ഒരിക്കൽ ദൈവം ന്യായം വിധിക്കുന്ന നാളിൽ ഈ പറഞ്ഞ എല്ലാത്തിനും കണക്ക് കൊടുക്കേണ്ടി വരും. മറക്കല്ലേ പ്രിയപ്പെട്ടവരെ. യെശയ്യാവ് 11:5. നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയുമായിരിക്കും. നീതി അവൻ്റെ നടുക്കെട്ട്, റൈറ്റിസ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്, അതാണ് ബെൽറ്റ്. ആ ബെൽറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാമോ പ്രിയപ്പെട്ടവരെ? ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് റൈറ്റസ്നെസ് അത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്നും പോയി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റസ്നെസ്സും ഇതൊക്കെ പേരിനേ ഉള്ളൂ. ഇതാണ് ഇടക്കച്ച, ഇത് ഉണ്ടെങ്കിലേ ബലമുള്ളൂ. ഇതാണ് വേസ്റ്റ് വയ്ക്കുന്ന വേസ്റ്റ് ബെൽറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നമ്മളെ താഴ്ച സമർപ്പിച്ചു കൊടുക്കാമോ? എൻ്റെ ദൈവമേ, എന്നെ ഒന്ന് റൈറ്റസ് ആക്കണം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും. ദൈവമേ, ആർ യു ഫെയ്ത്ത്ഫുൾ ഇൻ ഓൾ ഏരിയസ്? കർത്താവായ യേശു ക്രിസ്തു ഒരു പുഴുമ പഠിപ്പിക്കുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനായിരിക്കുന്നവരെ വലിയ കാര്യങ്ങൾ വിശ്വസ്തത ഏൽപ്പിക്കത്തുള്ളൂ. നമ്മൾ ചെറിയ കാര്യങ്ങളൊന്നും നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വിശ്വസ്ത ചെയ്യാൻ അറിയാം. പലപ്പോഴും ചെറിയ കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തരാണോ പ്രിയപ്പെട്ടവരെ? ദൈവമേൽപ്പിക്കുന്ന ചെറിയ കാര്യങ്ങൾ ആർ യു ഫെയ്ത്ത്ഫുൾ? കൊലാസ്യ ലേഖനം 4:2. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുക എന്ന് വെച്ചാൽ യു ഷുഡ് ബി ഓൾവേസ് ഫിൽഡ് വിത്ത് ഇറ്റ്. അതാണ് അത് പറയുന്നത്. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുക. ഇന്നലത്തെ പ്രാർത്ഥന പോരാ പ്രിയപ്പെട്ടവരെ, ഇന്നലത്തെ അഭിഷേകം പോരാ പ്രിയപ്പെട്ടവരെ. സംഹാരകൻ നിൻ്റെ നേരെ കയറി വരുന്നു. കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. പ്രാർത്ഥിപ്പാൻ നമുക്ക് ദൈവം കടമ തന്നിട്ടുണ്ട്. ഇന്നലത്തെ പ്രാർത്ഥന പോരാ പ്രിയപ്പെട്ടവരെ, ഇന്നലത്തെ അഭിഷേകം പോരാ പ്രിയപ്പെട്ടവരെ, ഇന്നലത്തെ കൃപ പോരാ പ്രിയപ്പെട്ടവരെ. ഇന്ന് പിശാച് ആരെ വഴിതെറ്റിക്കും? നിങ്ങൾക്കറിയാം, ലോകത്തിൽ ദൈവം എടുത്ത് ഉപയോഗിച്ച അതിശക്തന്മാരുടെ ജീവിതത്തിൽ ഇന്ന് പലരുടെയും ജീവിതം, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, അവസാനം അവരുടെ മരണസമയമായപ്പോൾ അല്ല മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെപ്പറ്റി ചില അലിഗേഷൻസ് നമുക്ക് തന്നെ തോന്നും, ഇവർ ദൈവവചനം പഠിച്ചവരല്ലേ, ഇവർ ദൈവത്തിൻ്റെ വചനമായിട്ട് നടന്നവരല്ലേ? കാര്യമില്ല പ്രിയപ്പെട്ടവരെ. പിശാചൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ അവനാഞ്ഞടിക്കും. മറക്കല്ലേ, കോട്ട കെട്ടി കാത്തുകൊള്ളുക. സംഹാരകൻ നിൻ്റെ നേരെ കയറി വരുന്നു. നിന്നെ തന്നെ ശക്തീകരിക്കുക, നിൻ്റെ അരമുറുക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസ്മരിക്കുക. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.